السلام عليكم ورحمة الله تعالى وبركاته. بسم الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين برضا الله أما بعد. ആദരണീയരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മസാഫിന്റെ അതിപ്രൗഢഗംഭീരമായ ഈ വേദിയിൽ ബദർ യുദ്ധത്തിലെ ഏതാനും ചില അനർഘ നിമിഷങ്ങളിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. മഹത്തായ ഇസ്ലാം ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 313 സ്വഹാബത്തുൽ കിറാം നേടിത്തന്ന വിജയം, അതാണ് ബദർ. ബദർ കിസ്സപ്പാട്ടുകളിൽ നിന്ന് ഏതാനും ചില വരികൾ അവർ പാടുന്നു, പടച്ചതായ ഇലാഹായ തമ്പുരാന്റെ വരികളിൽ നിന്ന്. അഹദത്തിലെ അലിഫ് അലിഫ് ലമഗമിയ അലിഫ് അക്ഷര പൊരുൾ ബിസ്മില്ലാ അരിമ തലെ കുത്തും ബനുവില ഖുർആനിൻ അളകൂറ്റല കുറി ബിസ്മില്ലാ അളകൂറ്റല കുറി ബിസ്മില്ലാ പടി അഹദത്തിലെ അലിഫ് അലിഫ് ലമഗമിയ അലിഫ് അക്ഷര പൊരുൾ ബിസ്മില്ലാ അരിമ തലെ കുത്തും ബനുവില ഖുർആനിൻ അളകൂറ്റല കുറി ബിസ്മില്ലാ അളകൂറ്റല കുറി ബിസ്മില്ലാ. ബദരീങ്ങൾ യുദ്ധരംഗത്തിലേക്ക് അവർ നീങ്ങുന്നതിന് മുമ്പ് നാം ചിന്തിക്കേണ്ടത് അവർ ശൂരന്മാരാണ്, വീരന്മാരാണ്. അവരുടെ കയ്യിലുള്ളത് കേവലം കുറഞ്ഞ ഒട്ടകങ്ങളും കുറഞ്ഞ കുതിരകളും മാത്രമാണ്. വലിയ സംഘങ്ങളൊന്നും ബദരീങ്ങളായ ശുഹദാക്കൾക്ക് ഉണ്ടായിരുന്നില്ല. മറിച്ച് നേരിട്ട് വരുന്ന ഉത്ബത്ത് ബിൻ ശൈബത്ത്, അവരുടെ കയ്യിലുള്ളത് വലിയ വലിയ മാരകാസ്ത്രങ്ങളും ഒരു എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തക്കത്ത വിധത്തിലുള്ള കുതിര സംഘങ്ങളുമാണ് അവരുടെ കയ്യിലുള്ളത്. നൃത്തമാടുന്ന പെണ്ണുങ്ങളുമായി ആർമാദിച്ച് ആഹ്ലാദിച്ച് അവർ അതാ ബദറിന്റെ യുദ്ധ ഗണത്തിലേക്ക് അവർ അതാ കടന്നു വരുന്നു. ഹബീബായ തങ്ങളതാ ബദരീങ്ങളെ സാന്ത്വനപ്പെടുത്തുന്നു. നമ്മുടെ കൂടെയുള്ളത് ഇലാഹായ റബ്ബാണ്, നമ്മുടെ കൂടെയുള്ളത് ഇലാഹായ റബ്ബിന്റെ സംഘമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കരുത്. ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി പൊരുതാൻ വേണ്ടി ത്യാഗോജ്ജലമായ ജീവിതത്തിന് വേണ്ടി അവർ അതാ ബദറിന്റെ രണഭൂമിയിലേക്ക് അവർ അതാ കടന്നു നീങ്ങുന്നു. ബദറുൽ ഹുദാ യാസീൻ നബി ഖറജാ എന്നേരം വളർകൊടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് അബിയൽ വർണ്ണമതാ രണ്ടും അസ്വദുമാവേ പടി 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 ബദറുൽ ഹുദാ അബിയൽ വർണ്ണമതാ രണ്ടും അസുവദുമാവേ. യുദ്ധത്തിൽ മുഅ്മിനീങ്ങളുടെ കൂടെയുള്ളത് ധീരരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുയും ധീരരായ അലിയാർ തങ്ങളും മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുയും മുആദ് ഇബ്നു ജബൽ പോലോത്ത സഅദ് ഇബ്നു മുആദ് പോലോത്ത ധീരശൂരന്മാരാണ് മുഅ്മിനീങ്ങളോട് കൂടെയുള്ളത്. പോരാത്തതിന് ഹംസത്തുൽ ഖറാർ മുസ്ലിമീങ്ങളെ സാന്ത്വനപ്പെടുത്തുന്നു, മുസ്ലിമീങ്ങൾക്ക് ധൈര്യം നൽകുന്നു. അങ്ങനെ ഹബീബായ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു വരുത്തി എല്ലാവരും ഒരുമിച്ച് കൂടി. ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ വെളുത്ത പതാക, ദീനിന്റെ പതാക കൊടുത്തേൽപ്പിക്കുകയാണ്. മറ്റു രണ്ട് കറുത്ത ചെങ്കൊടികൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിക്കുന്നു. സദദകുടൈ കോൾ പൊങ്കും തിരുകരമാലുണ്ടാമ തദിന നബി തൻ തോളർ മിസ്അബിലീദർ അവരത് തന പിടി ചെയ്താറ്റൽ മുമ്പില നിലയായി പടി ബദറുൽ ഹുദാ യാസീൻ നബി ഖറജാ എന്നേരം വളർകൊടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് അബിയൽ വർണ്ണമതാ രണ്ടും അസ്വദുമാവേ. പരിശുദ്ധ ദീനിന്റെ കയ്യിൽ ഒരു പടവാളുകളും ഇല്ലാതെ ഒരു ആയുധങ്ങളും ഇല്ലാതെ അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഹബീബായ തങ്ങളുടെ പ്രീതി ആകാംക്ഷിച്ചുകൊണ്ട് അവരതാ ബദരീങ്ങളതാ
യുദ്ധരംഗത്തിലേക്ക് അതാ അവർ പോകുന്നു. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലും അലിയാരി തങ്ങളുടെ കയ്യിലും പതാകകൾ അതാ പാറിക്കളിക്കുന്നു. സ്വഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരിവരിയായി നിർത്തി. ശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൊഫിനിടയിലൂടെ നടന്നു പോവുകയാണ്. പോകുമ്പോൾ ഒരു സ്വഹാബി മാത്രം സൊഫിൽ നിന്ന് പിന്തിയതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബി വര്യരുടെ അടുത്തേക്ക് അടുത്തു ചെന്നപ്പോൾ സ്വഹാബി വര്യരായ സവാദ് റളിയല്ലാഹു അൻഹു സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ അമ്പ് തറച്ചു കയറിക്കൊണ്ട് ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സവാദ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, എന്താണ് സവാദേ നിങ്ങൾക്ക് പറ്റിയത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സവാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്നെ കുന്തം കൊണ്ട് കുത്തിയില്ലയോ, എനിക്കതിന് പ്രതികാരം വീട്ടണമെന്ന്. അങ്ങനെ ഹബീബായ തങ്ങളുടെ വയറിൽ നിന്ന് ഇത് കേട്ട ഉടനെ തുണി പൊക്കി കാണിച്ചുകൊണ്ട് കാലതാ നീട്ടിക്കൊടുക്കുകയാണ്. കാല് നീട്ടിക്കൊടുത്ത സമയം സവാദ് റളിയല്ലാഹു അൻഹു തുരതുരാ ചുംബിക്കുന്നു. നബി തങ്ങൾ ആകെ അത്ഭുതപ്പെട്ടു, എന്താണ് സവാദേ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ അവസാനത്തെ ചുംബനമായിരിക്കാം മുത്ത് നബിയെ ഇത്. ഈ ഒരു സ്പർശനമായിരിക്കും ഹബീബായ തങ്ങളെ എന്നെ വിജയിപ്പിക്കുക. അങ്ങനെ അതാ വീണ്ടും മുന്നോട്ട് പോകുന്നു. ഉറപ്പിഫലവുൾ കേട്ട് സ്വഹാബാക്കൾ നീലത്തെ ഉശർമല കോടികളും അണികളിൽ ഫീഡത്തെ. ഉറപ്പിഫലവുൾ കേട്ട് സ്വഹാബാക്കൾ നീലത്തെ ഉശർമല കോടികളും അണികളിൽ ഫീഡത്തെ. മലുമലർ പാടിക്കൊള്ളെ ഉടൽ നേരായി ഫിരുത്തേ. മനം മുന്തി അരികറുകൾ സാബിത്താൽ ഫോർക്കൊരുത്തേ. ഉറപ്പിഫലവുൾ കേട്ട് സ്വഹാബാക്കൾ നീലത്തെ ഉശർമല കോടികളും അണികളിൽ നീലത്തെ. ഉറപ്പിഫലവുൾ കേട്ട് സ്വഹാബാക്കൾ നീലത്തെ ഉശർമല കോടികളും അണികളിൽ നീലത്തെ. അഹ്ലു ബദർ പോരാടുന്നു. ഖുത്ബത്തുൽ ശൈബത്തദാ അവിടെ വീഴുന്നു. ഉമറിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമറിനെ നിലത്തോട്ടിടുന്നു. ബദർ വിജയിക്കുന്നു. സ്വഹാബാക്കളതാ പുഞ്ചിരിക്കുന്നു. ശുഹദാക്കളതാ പുഞ്ചിരിക്കുന്നു. ഹബീബായ തങ്ങളും അവരോട് കൂടെ പുഞ്ചിരിക്കുകയാണ്. ബദറിൽ തക്ബീറിന്റെ ആരവങ്ങൾ മുഴങ്ങുകയാണ്. അങ്ങനെ തക്ബീർ വാനോളം ഉയരുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇവിടെ വിജയിച്ചത് അല്ലാഹുവിന്റെ ദീനാണ്, ഇലാഹായ റബ്ബിന്റെ ദീനാണ്. ബദറിന്റെ രണഭൂമിയിൽ വിജയിച്ചത് ഹബീബായ തങ്ങൾ ഇവിടെ വിജയിച്ചു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, അപ്പോൾ ബദർ ഒരിക്കലും ഒരു ആക്രമണമായിരുന്നില്ല, അത് തീർച്ചയായും അതൊരു പ്രതിരോധമായിരുന്നു എന്ന സന്ദേശം നിങ്ങൾക്ക് ബദറിനെയും ബദരീങ്ങളെയും വക്രീകരിക്കുന്നവർക്ക് മുന്നിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ശ്രവിച്ചവർക്ക് നന്ദി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.